മായി നിൽക്കുന്ന അനുരാഗം മൂർത്തമായൊരു വിമർശന ശക്തിയായി പരിണമിച്ച സന്ദർഭം കൂടിയായിട്ട് ചിന്താവിഷ്ടയായ സീതയെ കാണാം എന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അത് 23 ആശാൻ എഴുതുന്ന ചണ്ടാലഭിഷികയാണ്. ചണ്ടാലഭിഷികയും ദുരവസ്ഥയെയും കുറിച്ചുള്ള വിമർശനങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ആശാന്റെ കവിതകളിൽ പൊതുവെ കാവ്യഗുണം കുറഞ്ഞവയായിട്ടാണ് അവ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്. ആശാൻ തന്നെ വിലക്ഷണം എന്ന് ചിലപ്പോഴൊക്കെ അതിനെ വിശേഷിപ്പിച്ചത് നിരൂപകർ എടുത്തു കാണിക്കാറുണ്ട്. അഞ്ചടി കവിത എന്ന് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാവ്യഗുണങ്ങൾ കുറഞ്ഞത് ഞാൻ കരുതുന്ന ഒരു കാര്യം, ചിന്താവിഷ്ടയായ സീത പോലെയോ ലീലാകാവ്യം പോലെയോ ഉള്ള കവിതകൾ എഴുതാൻ കെൽപ്പുള്ള ഒരു കവി എന്തുകൊണ്ടായിരിക്കും ദുരവസ്ഥയും ചണ്ടാലഭിഷികയും എഴുതാൻ തുനിഞ്ഞത് എന്നതുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. കവിതയെക്കുറിച്ചുള്ള ചിരപ്രതിഷ്ഠിതമായ സങ്കല്പങ്ങളെ പിൻപറ്റാതെ എഴുതേണ്ടതുണ്ട് എന്ന് ആശാന് തോന്നിയത് എന്തുകൊണ്ടാകും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് എഴുതാനുള്ള കഴിവില്ലായ്മ കൊണ്ടല്ല, ആ കഴിവിനപ്പുറത്തേക്ക് കവിതയെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യത്തിൻ്റെ പ്രേരണയാലാണോ എന്നുകൂടി നാം ആലോചിക്കണം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ചണ്ടാലഭിഷികയെ നമുക്കറിയാം. ചണ്ടാലഭിഷികയെ കുറിച്ച് ദുരവസ്ഥയും ചണ്ടാലഭിഷികയും ഒരേ വർഷം എഴുതപ്പെട്ട കൃതികളാണ്. അതിനെക്കുറിച്ച് എഴുതുമ്പോൾ കേസരി പറയുന്ന കൗതുകമുള്ളൊരു കാര്യം, രണ്ടും ഒരു നിലയ്ക്ക് ജാതിവിരുദ്ധമായ രചനകളാണെങ്കിലും അതിൽ ദുരവസ്ഥയേക്കാൾ മികവുറ്റ രചനയാണ് ചണ്ടാലഭിഷികി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് രണ്ട് കാരണമാണ് കേസരി പറയുന്നത്. ഒന്ന്, ദുരവസ്ഥ അതിൻ്റെ വീക്ഷണകോടിയിൽ പരിമിതമായ ഒരു ഹൈന്ദവ വീക്ഷണത്തിനുള്ളിൽ വച്ച് രചിക്കപ്പെട്ടതാണ് എന്നതാണ്. അത് ഇന്ന് കാണുന്ന അർത്ഥത്തിലല്ല കേട്ടോ. ഹിന്ദു മതത്തിനകത്തുള്ള ഒരു പരിഷ്കരണ യുക്തിയാണ് അതിൽ പ്രവർത്തിക്കുന്നത് എന്ന നിലയിലാണ് കേസരി അതേക്കുറിച്ച് പറയുന്നത്. എന്നാൽ ചണ്ടാലഭിഷികയിലെ ചണ്ടാല ശബ്ദം കേസരി എഴുതുന്നുണ്ട്. ആ ചണ്ടാല ശബ്ദം അധസ്ഥിതരായ മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു എന്ന നിലയിൽ അത് സാർവത്രികമായൊരു മാനുഷിക മോചനത്തിൻ്റെ സാധ്യതയെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ദുരവസ്ഥയിലെ വിഷയപരിചരണത്തിൽ വാസ്തവത്തിൽ മലബാറിലെ ലഹളയ്ക്ക് പിന്നിലുള്ള മതപരമായ കാരണങ്ങളെ അല്ലാതെ അതിൻ്റെ പിന്നിലെ സാമ്പത്തിക കാരണങ്ങളെ ആശാൻ പരിഗണിച്ചിട്ടില്ല എന്നതാണ്. ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലബാർ കലാപം ഒരു കാർഷിക കലാപമായിരുന്നു എന്നും സമ്പദ് വ്യവസ്ഥാപരമായ പ്രശ്നങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നും ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത് പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ്. കേസരി പക്ഷേ ഈ ലേഖനത്തിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ 30കളിൽ എഴുതിയ ലേഖനത്തിൽ തന്നെ ആശാന്റെ വീക്ഷണത്തിൽ ഈ ഒരു പരിമിതിയുണ്ട്. ദുരവസ്ഥയിലെ മാപ്പിള ലഹള എന്ന് വിളിക്കപ്പെടുന്ന മലബാർ കലാപത്തിൻ്റെ പിന്നിലെ സാമ്പത്തിക ഘടകങ്ങളെ കാണാൻ ആശാന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം എഴുതുന്നുണ്ട്. ഇത് രണ്ടും പറഞ്ഞിട്ടാണ് ചണ്ടാലഭിഷികയാണ് മികച്ച രചന എന്ന് ആശാനെ മുൻനിർത്തി ഒരുപക്ഷെ ആശാൻ കവിതയിലെ തന്നെ വീക്ഷണപരമായ വലിപ്പം കൊണ്ട് ഏറ്റവും മികവുറ്റ രചനയാണ് ചണ്ടാലഭിഷികി എന്ന് കേസരി പറയുകയും ചെയ്യുന്നു. ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. കാരണം മലയാളത്തിലെ മിക്കവാറും നിരൂപകന്മാര് ആശാൻ കവിതയിലെ താരതമ്യേന താണസ്ഥാനങ്ങളിൽ ഒന്നായിട്ടാണ് ചണ്ടാലഭിഷികയെ കണ്ടിട്ടുള്ളത്. ആദ്യത്തെ 3 ഭാഗങ്ങൾക്ക് താരതമ്യേന കാവ്യഗുണമുണ്ടെങ്കിലും അവസാന ഭാഗം വെറും പ്രസംഗമാണ് എന്ന് ധാരാളം നിരൂപകർ അതേക്കുറിച്ച് കരുതുന്നുണ്ട്. കേസരി പക്ഷേ ഇത് മഹിമയുറ്റ ഒരു രചനയാണ് എന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ ശരിതെറ്റുകളെ കുറിച്ച് പറയല്ല. എന്താണ് ആശാൻ ചണ്ടാലഭിഷികയിൽ എത്തുമ്പോൾ ആശാന്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ എന്ന് തുടങ്ങുന്ന ഭാവനയ്ക്ക് ചണ്ടാലഭിഷികയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആശാൻ അവസാന ഭാഗത്ത്, ചണ്ടാലഭിഷികയുടെ അവസാന ഭാഗത്ത് സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ബുദ്ധൻ രാജാവിനോട് സ്നേഹത്തിൻ്റെ പരമമായ മൂല്യത്തെക്കുറിച്ച് പറയുന്നു. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാ, സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹമാണ് ഈ ജഗത്തിലെ ആനന്ദത്തിൻ്റെ ആധാരം എന്ന് പറയുന്നു. ഇങ്ങനെ സ്നേഹമാണ് പരമമായ തത്വം എന്ന് പറഞ്ഞിട്ട് ആശാൻ പിന്നെ ഉപയോഗിക്കുന്ന ഒരു ഈരടി, പിന്നെ എഴുതുന്ന 2 വരി, അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ
അമ്മിഞ്ഞത്തൂ അമൃതാക്കും മൈത്രി നമ്മോടതോതുന്നു രാജൻ എന്നാണ്. അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞത്തൂ അമൃതാക്കും മൈത്രി. ഈ മൈത്രി എന്ന വാക്ക് വാസ്തവത്തിൽ വളരെ പഴയ വാക്കാണ്. നമ്മുടെ പ്രാചീന ഉപനിഷത്തുകളിൽ അവിടെ തെളിയുന്ന വാക്കാണ്. ബുദ്ധമതമാണ് അതിനെ വലിയൊരു മൂല്യമാക്കി മാറ്റിയത്. ആ മൈത്രി പിന്നീട് അംബേദ്കർ മറ്റൊരു നിലയിൽ വീണ്ടെടുക്കുകയും സാഹോദര്യം എന്ന വാക്കല്ല വേണ്ടതെന്നും വാസ്തവത്തിൽ ഉപയോഗിക്കേണ്ടത് മൈത്രി എന്ന വാക്കാണ് എന്ന് പറയുകയും ചെയ്യുന്നു. 56 അംബേദ്കർ അത് എഴുതുന്നത്. ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്ന അദ്ദേഹത്തിന്റെ അവസാന പ്രബന്ധത്തിൽ I am deriving the concept of fraternity not from French religion but from my master Lord Buddha എന്ന് അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ വേണ്ടത് സാഹോദര്യം എന്ന വാക്കല്ല, മൈത്രി എന്ന വാക്കാണ് എന്ന് പറയും. ആ മൈത്രി എന്ന വാക്കിനെ അംബേദ്കർ വിശേഷിപ്പിച്ചത്, വിവരിച്ചത് ഇവിടെ ഓർക്കേണ്ടതാണ്. അംബേദ്കർ 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. എന്താണ് മൈത്രി? ആ മൈത്രി നമുക്ക് ആവശ്യമില്ലേ എന്ന് ചോദിച്ച് എന്താണ് ഈ മൈത്രി എന്നതിൻ്റെ വിശദീകരണമായിട്ട് അംബേദ്കർ പറയുന്നത്, സർവചരാചരങ്ങളോടുമുള്ള സ്നേഹം, എല്ലാറ്റിനോടുമുള്ള തുറസ്, തനിക്ക് കൈവന്ന ആഹ്ലാദം എല്ലാത്തിനും കൈവരണമെന്ന സമർപ്പണ ബോധം, ആരോടുമുള്ള വെറുപ്പില്ലായ്മ. ഈ 4 മൂല്യങ്ങളെ ചേർത്തിട്ടാണ് മൈത്രി എന്ന ആശയത്തെ അംബേദ്കർ സംഗ്രഹിക്കുന്നത്. അംബേദ്കർ 56 ഇങ്ങനെ എഴുതുന്നതിനും ഏതാണ്ട് ഒരു 30 വർഷത്തിന് മുമ്പേ തന്നെ ആശാൻ എഴുതുന്ന ഒരു കാര്യം, അമ്മ തൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞത്തൂ അമൃതാക്കും മൈത്രി എന്നാണ്. ഈ മൈത്രി ഒരുപക്ഷെ സ്നേഹത്തിന്, സാഹോദര്യത്തിന് കൈവരാവുന്ന പരമാവധിയിലുള്ള ഒരു വ്യാപനമാണെന്നും അംബേദ്കർ പറയുന്നുണ്ട്. സാഹോദര്യം പോരാ, അത് മനുഷ്യർക്കിടയിൽ മാത്രമാണ്. മൈത്രി സാർവത്രികമാണ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യർക്കിടയിൽ മാത്രമല്ല, സാർവത്രികമായ ഒരു പ്രപഞ്ച ഭാവനയെ, സർവചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രാപഞ്ചിക ബോധത്തെ ഈ വാക്ക് ഉള്ളടക്കുന്നുണ്ടെന്നും ആ വാക്കിലാണ് നിങ്ങൾക്ക് മനുഷ്യ സാഹോദര്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുക എന്നും അദ്ദേഹം പറയുന്നു. ഇതൊന്നും പറയുന്നില്ലെങ്കിലും വാസ്തവത്തിൽ ചണ്ടാല ഭിക്ഷുകിയിൽ ഈ ആശയം മുഴങ്ങുന്നുണ്ട്. എന്താണ് മൈത്രി? അത് ചോരയെ പാലാക്കുന്നു. ചോരയെ പാലാക്കുകയും ഞെണ്ണു ഞരമ്പിലെ ചോരയിൽ നിന്ന് അമ്മിഞ്ഞ പാലിനെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന മാനുഷികമായ ഏറ്റവും ആഴമേറിയ ഒരു മൂല്യമായി മൈത്രിയെ കാണും. ഇങ്ങനെ സ്നേഹം എന്നതിനെ അതിൻ്റെ പരമാവധി വിപുലമായ